റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം ആവിയിൽ വേവിച്ചാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഞാനിവിടെ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്ത് വരാം. അതിനുശേഷം ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് ഉള്ളത്. ഇത് ഒന്ന് 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ലോ സ്പീഡിൽ കറക്കിയെടുത്താൽ മതി. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ല പോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. മൂടി ഇതുപോലെ തുണി ഉപയോഗിച്ചൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. വെള്ളം ഉറ്റുന്നത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ 35 മിനിറ്റ് നേരത്തോളം ഞാനിവിടെ നന്നായിട്ട് തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവ ഉപയോഗിച്ച് ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.